ഹായ് ഓൾ, ഹെയർസ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഇതിൻ്റെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രോഡക്റ്റ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും ആ റീൽസ് കണ്ട് കസ്റ്റമേഴ്സ് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു വീഡിയോ എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സ്റ്റോക്ക് ചെയ്യാതെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. വീണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നല്ല കവറേജും അതേപോലെ തന്നെ ബ്രസ്റ്റിന് നല്ല ഷേപ്പും തരുന്ന ഒരു പ്രോഡക്റ്റുമായിട്ടാട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റാണ് ഇന്ന് നമ്മൾ മാനിക്യൂറിൽ ഇട്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെറ്റീരിയൽ എന്താണെന്ന് ഞാൻ പറയാം. കോട്ടണിൽ ഹോസറി മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ചിങ് കുറച്ച് നല്ലതായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി യൂസ് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വ്യൂവേഴ്സിന് അതൊരു അറിയാനുള്ളൊരു ഫീഡ്ബാക്കും കൂടിയാണല്ലോ. ഇങ്ങനത്തെ ഒരു കപ്പാകുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ നമ്മൾ ബസ്റ്റിനില്ലേ നല്ല ഒരു ഷേപ്പ് തരുന്നുണ്ട്. ഇപ്പം നമ്മളില്ലേ സാധാരണ രീതിയിലൊരു ബനിയൻ സ്റ്റഫിൻ്റെ ഒരു തളർന്ന ഒരു ബനിയൻ സ്റ്റഫിൻ്റെ ഒരു ബ്രാ ഇടുന്നതും ഇങ്ങനത്തെ ഒരു കപ്പിൻ്റെ ഒരു മോൾഡിങ് തരുന്ന ഒരു ബ്രാ ഇടുന്നതും രണ്ടും രണ്ടാണ്. ഒരു ബനിയൻ സ്റ്റഫിൻ്റെ ഒരു നോർമൽ രീതിക്കുള്ള ഒരു ബനിയൻ സ്റ്റഫിൻ്റെ ഒരു 2 ലെയറിൻ്റെയൊക്കെ ഒരു ബനിയൻ സ്റ്റഫിൻ്റെ ഇടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്, നമുക്കൊരു ചെറിയൊരു പരപ്പ് പോലെ ഫീൽ ചെയ്യുക അല്ലേ. ചില കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെയുള്ളവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിച്ച് തരുന്നതാണ്. അത് മോശമാണെന്നല്ല കേട്ടോ, ആ ബ്രാ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതും അതേ സമയത്ത് ഇങ്ങനെ ഒരു കപ്പിനൊരു ഷേപ്പ് വരുന്നതും തമ്മിലുള്ളൊരു ഡിഫറൻസ് മനസ്സിലാക്കാനാണ്. ഇങ്ങനെ കപ്പിൽ ഷേപ്പ് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നല്ല നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്നാൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. കവറേജിൻ്റെ കാര്യത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവറേജ് ഇപ്പോൾ ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. കവറേജിൻ്റെ കാര്യത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ കവറേജ് ഉണ്ട്. എന്നാൽ ബ്രസ്റ്റിന് ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഷേപ്പ് തരുന്ന രീതിയിലുണ്ട്. സൈഡിൻ്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് പോർഷൻ ആണെങ്കിലും നല്ല രീതിയിൽ ഷേപ്പും കാര്യങ്ങളും തരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 റുപ്പീസാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത്. 450 രൂപ. നമുക്ക് 40 സൈസ് വരെയാണ് കേട്ടോ ഉള്ളത്. ഇതൊരു ബി കപ്പ് ആണെങ്കിലും ഞാൻ ഒരു ഉറപ്പ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമുക്ക് തന്നെ നല്ലൊരു അറിവുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളോ നമ്മളുടെ ഫ്ലഷ് കാര്യങ്ങൾ, അതായത് ഈ സൈഡിലെ ഫ്ലഷ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം നമുക്ക് ചിലവർക്കിപ്പം ഈ പറഞ്ഞ പോലെ ബോഡി കുറച്ചുണ്ടായിരിക്കാം, പക്ഷെ ഫ്രണ്ട് അധികം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജും കാര്യങ്ങളും ഇടുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് ബ്രാ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൊടുക്കുന്ന എമൗണ്ട് ഒട്ടും വേസ്റ്റ് ആവാത്ത നല്ലൊരു പർട്ടിക്കുലർ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഒരു പെർഫെക്റ്റ് ഫിറ്റ് ബ്രാ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മെസ്സേജ് ഇടണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്, ഒരു സിക്കാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ബി ആണെങ്കിലും ഞാൻ അതുകൊണ്ടാണ് സിന്ന് എടുത്ത് പറയാൻ കാരണം നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു രീതിക്ക് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 3 ഹുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിക്കാർക്കെന്ന് ചോദിച്ചു, അത് അവർക്ക് വേണ്ട 3 ഹുക്കും അത്യാവശ്യം ബാൻഡിൻ്റെ ഇത് വരുന്നത് നല്ല രീതിയിൽ നമുക്ക് ഒരു വീതിയും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. നമുക്കത് 3 ഹുക്ക് 3 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് വരുന്നത്. 3 ഹുക്ക് വരുന്നത് ഇതാണ്. ഒരു കവറേജും കാര്യങ്ങളും ഈ ഒരു പോർഷനിൽ വരുന്നത്, ബാക്ക് സൈഡിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നതുണ്ടല്ലോ, നമുക്ക് ഇന്നർ ഇലാസ്റ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ല പെർഫെക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളും. ഇത് വേറെ ഒരു ഇൻഫർമേഷൻ കൂടെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യമില്ലേ നമുക്കൊരു ടൈറ്റ് ഹോൾഡിങ് തരുന്നുണ്ട്. അതായത് ടൈറ്റ് ഹോൾഡിങ് എന്ന് പറയാൻ കാരണം ഒരു ചെറിയൊരു കംപ്രഷൻ തരുന്നുണ്ടോയെന്ന് വെച്ചാൽ എന്നാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലൂസ് ഫീൽ നമുക്ക് വരില്ല. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹൂക്കിലൊക്കെ ഇടുന്ന ഒരു കസ്റ്റമറാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഹൂക്കിലായിരിക്കും ഇടാൻ പറ്റുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ടൈറ്റ് ഫിറ്റ്നസ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു പ്രോഡക്റ്റും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്.
അത് ബിക്കാർക്ക് മാത്രമുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇതിൻ്റെ അപ്പം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് എല്ലാം നന്നായിട്ട് ചില കസ്റ്റമേഴ്സിൽ ബ്രാ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എഗെയിൻ ടൈമൊക്കെ പോവുകയാണ്. അപ്പം അങ്ങനെയൊന്നും ചോദിക്കാതെ നിങ്ങളുടെ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ വോയിസ് ആയിട്ട് അങ്ങോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഓൺലൈൻ വാട്സപ്പ് നോക്കുന്ന നമ്പറിൽ അങ്ങോട്ട് ഇട്ടേക്കുക. അപ്പോൾ നിങ്ങളുടെ ടേൺ അനുസരിച്ച് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ വിത്തൗട്ട് എനി ഡിലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത മോഡൽ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയും കൂടെ ഡിഫറൻസും കൂടെ ഞാൻ പറഞ്ഞുതരാം. കൺഫ്യൂഷൻ ആവില്ല എന്ന് വിചാരിക്കുന്നു, എന്നാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ പ്രോഡക്റ്റാണ് ഞാൻ പറഞ്ഞത് മാനിക്യൂറിൽ ഇട്ടിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ മോഡൽ. ഇത് വന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കപ്പിൻ്റെ ഒരു മോൾഡിങ് വരുന്നുണ്ട് കണ്ടോ, ഇങ്ങനെ ഒരു രീതിയാണ് തന്നെ. മറ്റത് നമുക്ക് അത്രയും നമുക്കൊരു രീതിയല്ല. ഇത് കുറച്ചും കൂടെ നമുക്ക് കപ്പ് കുറച്ചും കൂടെ ഇപ്പം ഇതൊന്നും പാഡഡ് അല്ല കേട്ടോ. കാരണം ചിലവരിങ്ങനെ ചോദിക്കുന്നുണ്ട് പാഡഡ് ആണോന്ന്. ഇതൊന്നും പാഡഡ് അല്ല കേട്ടോ. കണ്ടോ, ഇത് തന്നെ ഫാബ്രിക്കും കൊണ്ട് തന്നെ ഇല്ലേ ആക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ എടുത്ത് കാണിക്കണേന്ന് അറിയാവോ? ഈ ഒരു പർട്ടിക്കുലർ ബ്രാ സെലക്ട് ചെയ്യുമ്പം നമ്മൾ വന്നിട്ടില്ലേ 34C ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ആ 34C യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഒരു അധികം ബ്രസ്റ്റ് ഇല്ലെങ്കിൽ, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞില്ലേ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ എന്നാണെന്നറിയാവോ, ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു വിചാരിച്ചു, അപ്പോൾ ദേ കണ്ടോ ഇങ്ങനെ ഒരു സ്പേസ് നിൽക്കും. ഇങ്ങനത്തെ ഒരു കപ്പാകുമ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ബ്രസ്റ്റ് കവർ ചെയ്യുന്ന രീതിക്ക്, അതായത് ഇച്ചിരി ബ്രസ്റ്റ് ഉള്ളവർക്കാണ് ഇങ്ങനത്തെ ഒരു രീതിയിലേ ഉള്ള കപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഗുണം വരുന്നത്. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പേസ് കാണും, ഇതുപോലെ ഒരു സ്പേസ് കാണും. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് അതിനകത്ത് നമ്മുടെ ബ്രസ്റ്റ് നിൽക്കാത്ത പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഞാൻ എടുത്തു പറഞ്ഞത്, ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നവർ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഇതിന് ബ്രസ്റ്റ് ഉള്ളവർക്ക്, ബ്രസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 34C യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ശരീരഘടന കൊണ്ട് ചിലപ്പോൾ ഫ്രണ്ട് പോർഷൻ അത്ര അങ്ങോട്ട് ഫ്ലഷി ആയിരിക്കത്തില്ല. ഈ C ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ C എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനൊക്കെ ഒന്ന് കവർ ചെയ്ത് കിട്ടാനും എടുക്കാനും. അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറേജ് ബ്രാ ആയിരിക്കും ഇടുന്നത്. ഇതേപോലത്തെ മോൾഡഡ് കപ്പ് ആയിരിക്കില്ല ഇടുന്നത്, കവറേജ് പോലെ. കാരണം വെച്ചാൽ കവറേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 ലെയർ 3 ലെയറിൻ്റെ ഒക്കെ ബ്രൈഡ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ടൈപ്പില്ലേ. തൊട്ട് മുന്നേ കാണിച്ച പ്രോഡക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, ബനിയൻ സ്റ്റഫിൻ്റെ കുറച്ചും കൂടെ കവറേജ് വലിഞ്ഞ് നല്ല കവറേജ് കിട്ടുന്ന ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പായിരിക്കും അങ്ങനെയുള്ളവർ ഇടുന്നത്. ഇനി അങ്ങനെ അല്ലാതെ നോർമൽ കറക്റ്റായിട്ടുള്ള ഒരു അത്യാവശ്യം ഇതൊക്കെ ഉള്ളവർ ഒരു ബി തന്നെ ബി അത്യാവശ്യം ഒരു സിക്കൊക്കെ ഒരു കവറേജും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഇതുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ബ്രാ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ബ്രാ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു നല്ലൊരു മോൾഡിങ് പോലെ നിൽക്കുന്നുണ്ടോ, ഒരു കപ്പ് പോലെ നിൽക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ പാഡഡ് ആണോ എന്ന് വിചാരിക്കും, പാഡഡ് അല്ല. അപ്പോൾ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇത് നിൽക്കും. അതേപോലെ ഇത് നമുക്കില്ലേ ഇങ്ങനെ ഒരു ബാക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വെക്കാം കേട്ടോ. നമുക്ക് അതായത് ക്രോസ് ആയിട്ട്, അതായത് ബി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്കിതിങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്ക് വെക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇത് ബിക്കാർക്കാണ്. പിന്നെ ടീനേജേഴ്സ്, ഇപ്പം നമ്മുടെ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുന്ന പിള്ളേർ, ബ്രാ യൂസ് ചെയ്ത് തുടങ്ങിയ പിള്ളേർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ അമ്മമാർക്ക് ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ തന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ഒക്കെ ഒരു രീതി ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ബ്രാ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഇരിക്കുന്നത് 30 തൊട്ടിട്ട് 40 സൈസ് വരെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് സ്ട്രാപ്പ് വന്നിട്ട് ഈ ഒരു സ്ട്രാപ്പാണ് കേട്ടോ, ഇങ്ങനത്തെ സ്ട്രാപ്പാണ്. നമുക്കിത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഇതുപോലെ അഴിക്കാവുന്ന രീതിക്കാണ്. നമുക്കപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്താ പറയുക സ്ട്രാപ്പ് യൂസ് ചെയ്യാം. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് അഴിക്കാം, ബാക്കിൽ നിന്ന് അഴിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ക്രോസ് ഓവർ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഇങ്ങനെയുള്ള ഇതിൽ കണ്ടോ, ഇതേപോലെയുള്ള ഇതിൽ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വരുമ്പോൾ ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ആയിട്ടാണ്, സ്ക്വയറാണ് വന്നിരിക്കുന്നത്, നമുക്ക് യു അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡിപ്പെൻസ് അപ്പോൾ ഡ്രസ്സാണ്, നമ്മളുടെ പിള്ളേർ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന രീതിക്കുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് ഏറെക്കുറെ വരുന്നത്, ഇതിൻ്റെ പ്രൈസ് 465 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് 40 സൈസ് വരെ അവൈലബിളുമാണ്. അപ്പോൾ ഈ 2 കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് വിളിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അതിനകത്തോട്ട് വാട്സപ്പിലേക്ക് നിങ്ങൾ ഓർഡറോ കാര്യങ്ങളോ ഒന്നും പ്ലേസ് ചെയ്യരുത്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് പിന്നെ കണ്ടിന്യൂസ് അയച്ചുകൊണ്ടിരിക്കരുത്.
അതൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ടേൺ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് റിപ്ലൈ തരും. റിപ്ലൈ നിങ്ങൾ വാട്സപ്പ് അയക്കേണ്ടത് ഹായ് ബ്രായ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ ഇടരുത്. നിങ്ങൾക്ക് വേണ്ട ഏത് പ്രോഡക്റ്റ് ആണോ സ്ക്രീൻഷോട്ട് ഇടുക, നിങ്ങളുടെ സൈസ് കാര്യങ്ങൾ പറയുക, നിങ്ങളുടെ കാര്യങ്ങൾ അതായത് യൂസ് ചെയ്യുന്ന ബ്രായുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്ത് അങ്ങ് വെച്ചേക്കുക. അന്ന് നമുക്ക് ആ ടേൺ വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും എടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റിൽ ഡീൽ ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ അത് ഗുണമെന്ന് തോന്നിച്ചാൽ ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.